പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇത് നോവൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത്ര ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറ്റമൊന്നും പറയാനില്ല. ഇൻട്രോയിൽ വരെ ഇന്നത്തെ നായകനെ ഒരു ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഒത്തിരി നേരം എടുത്ത പോലെ തോന്നി. അത് ഇൻട്രോയിൽ വരെ അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇൻട്രോയിൽ കഴിഞ്ഞിട്ട് പടം നല്ല സ്പീഡാകുന്നുണ്ട്. പക്ഷേ ത്രില്ലർ നമ്മൾ ആ ബുക്ക് വായിച്ചതിൻ്റെ ത്രില്ല് എനിക്ക് ആ ഒരു ത്രില്ല് ഇതിനകത്ത് ഏതായാലും നമുക്ക് സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഷമി ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ഷമി തിലകൻ്റെ റോള് കിടിലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഷമി തിലകൻ്റെ അച്ഛൻ്റെ, അതായത് തിലകൻ്റെ ഒരു റേഞ്ചിലേക്കൊക്കെ ഷമി തിലകൻ വരുന്നതായിട്ട് തോന്നി. ആദ്യമൊന്നും എനിക്ക് ഷമി തിലകനെ വലിയ പിടിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഷമി തിലകൻ വേറെ ലെവലായിരുന്നു ഷമി തിലകൻ. പിന്നെ ജെയ്ക്സിൻ്റെ മ്യൂസിക്, അതെല്ലാം ടെക്നിക്കൽ സൈഡും ക്യാമറ സൈഡും എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബുക്ക് വായിച്ചവർക്ക് ഇച്ചിരി ലാഗായിട്ട് പടം തോന്നുന്നു. ബുക്ക് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാവുന്നൊരു ബുക്കാണിത്. ചെറിയൊരു നോവൽ, ജി.ആർ. ഇന്ദുവോവൻ്റെ ആ ഒരു ത്രില്ല് വന്നിട്ടില്ല. ഏതായാലും ഒന്ന് കാണാം. വാച്ചബിൾ മൂവി തന്നെയാണ്. ഒന്ന് കാണാൻ പറ്റും കേട്ടോ. വിലായത്ത് ബുദ്ധ.